പൊങ്കൽ ദിനത്തോടനുബന്ധിച്ച് ആരാധകർക്ക് വമ്പൻ സർപ്രൈസ് ഒരുക്കി ദളപതി വിജയ് ദ ഗോട്ടിന്റെ പുത്തൻ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ വിജയ് മാത്രം ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് 4 പേരായിട്ടാണ് എത്തിയിരിക്കുന്നത്. വിജയ്ക്കൊപ്പം നടന്മാരായ പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ അമീർ എന്നിവരാണ് പോസ്റ്ററിൽ ഉള്ളത്. 4 പേർ സംഘം കയ്യിൽ തോക്കേന്തി നിൽക്കുന്നതും നമുക്ക് പോസ്റ്ററിലൂടെ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ ദ ഗോട്ട് ഒരു ആർമി ചിത്രമാകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഏജൻസിക്കാരുടെ സിനിമയാകാം എന്നൊക്കെയാണ് ഈ പോസ്റ്ററിൽ നിന്നുള്ള ആരാധകരുടെ വിലയിരുത്തൽ. എന്നാൽ ഇതുവരെ വന്ന പോസ്റ്ററിൽ നിന്നും സിനിമയെക്കുറിച്ച് ഒരെത്തും പിടിയില്ല എന്ന് പറയുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും പൊങ്കൽ ദിനത്തോടനുബന്ധിച്ച് എത്തിയ ദ ഗോട്ടിന്റെ പുത്തൻ അപ്ഡേറ്റ് പ്രേക്ഷകർ അങ്ങനെ ഒന്നടങ്കം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതേപോലെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ വിജയ് 19കാരനായി എത്തുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു. എന്തായാലും ബമ്പൻ മേക്ക് ഓവറിൽ തന്നെ ആയിരിക്കും വിജയ് പുതിയ ചിത്രത്തിൽ എത്തുക എന്നതും ഉറപ്പാകുകയും ചെയ്തിട്ടുണ്ട്. വിജയ് 19കാരനാക്കാൻ ഏകദേശം 6 കോടിയോളം ചെലവഴിക്കാനായിട്ടാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ വിജയ് നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടൈറ്റിൽ പോസ്റ്റർ എത്തിയതിന് പിന്നാലെ ഒത്തിരി വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന്റെ പേര് തന്റെ ചിത്രത്തിനാണ് ആദ്യം നൽകിയതെന്ന പരാതിയുമായി തെലുങ്ക് സംവിധായകൻ നരേഷ് കുപ്പിള്ളി രംഗത്തെത്തിയിരുന്നു. എന്നാൽ വിജയ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതിനോട് പ്രതികരിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്ലോട്ട് സോഷ്യൽ മീഡിയയിൽ ചോർന്നു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ടൈം ട്രാവലിനെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചിത്രത്തിൽ പുതിയ ടൈം ലൈനിൽ ഒരു പുതിയ ശാഖ സൃഷ്ടിക്കാൻ നായകനെ മൾട്ടിവേഴ്സിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ചിത്രത്തിൽ അച്ഛനും മകനുമല്ല വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഒരേ കഥാപാത്രമായിട്ടാണ് വിജയ് എത്തുക. അവർ കണ്ടുമുട്ടുന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അങ്ങനെ ചെറുപ്പകാലത്തെ വ്യക്തിയെ കണ്ടുമുട്ടുന്ന ഒരു കുറ്റവാളിയൊക്കെ ആയിട്ടായിരിക്കും വിജയ് എത്തുക എന്ന് പറയുന്നുണ്ട്. അതേസമയം വിജയുടെ മറ്റൊരു കഥാപാത്രം റോ ഏജന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ തന്റെ കാലത്തേക്ക് തിരിച്ചെത്തുന്നതിന് സഹായം ലഭിക്കാൻ മുതിർന്ന വിജയ് നുണ പറയുന്നു. അങ്ങനെ പോസ്റ്റിലേതുപോലെ 2 വിജയൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തകളൊക്കെ ആരാധകർ പറയുന്നുണ്ട്. എന്നാൽ വിജയ് 3-ൽ കുറയാതെ ഗെറ്റപ്പിൽ എത്തുമെന്നുള്ള വാർത്തകളും അതേപോലെ എത്തുന്നുണ്ട്. ഈ വേഷങ്ങളിൽ ഭൂരിഭാഗം ചെറിയ അതിഥി വേഷങ്ങളായിരിക്കും. എന്നാൽ ഇതിലൊരാൾ വില്ലൻ ആയിരിക്കും എന്നൊക്കെയാണ് പുറത്തെത്തിയ വിവരം. ചിത്രത്തിലെ ടൈം ട്രാവൽ DC-യുടെ ഫ്ലാഷ് പോലെയോ അല്ലെങ്കിൽ ബാക്ക് ടു ഫ്യൂച്ചർ പോലെയോ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ പ്ലോട്ട് സത്യമാണോ എന്നൊന്നും സ്ഥിരീകരണം ആയിട്ടില്ല താനും. ഇപ്പോഴിതാ ചിത്രം സംബന്ധിച്ച് സുപ്രധാന റിപ്പോർട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ OTT അവകാശം വൻ തുകയ്ക്ക് വിറ്റുപോയിരിക്കുന്നതെന്ന വാർത്തയും പുറത്തെത്തിയിട്ടുണ്ട്. 125 കോടിയിലേറെ രൂപയാണ് ചിത്രത്തിന്റെ തമിഴ്, തെലുങ്ക്, മലയാളം പതിപ്പുകൾക്ക് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് എന്നാണ് സൂചന. അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി OTT അവകാശം പ്രത്യേക വിലയ്ക്ക് തനിയെ വിൽക്കാനും നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. ഇതോടെ ദ ഗോട്ടിന്റെ OTT അവകാശം മാത്രം 200 കോടി കടന്നേക്കുമെന്നാണ് തമിഴ് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത്. ഇതിനു മുമ്പ് തമിഴിൽ ഒരു ചിത്രത്തിന്റെ OTT അവകാശത്തിന് കിട്ടിയ കൂടിയ തുക വിജയുടെ ലിയോയ്ക്കായിരുന്നു എന്നാണ്. അങ്ങനെ ലോകത്തെ സംസാരം അത് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മറികടക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്ന വാർത്തകളൊക്കെ. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, യോഗി ബാബു, BTV ഗണേഷ്, മീനാക്ഷി ചൗധരി, സ്നേഹ, ലൈല എന്നിവർക്കൊപ്പം വെങ്കട് പ്രഭു ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായ വൈഭവ്, പ്രേംജി, അമരൻ, അരവിന്ദ്, ജയരാജ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. വെങ്കട് പ്രഭുവാണ് ദ ഗോഡ് സംവിധായകൻ. K ചന്ദ്രവും ഏഴിലകശ് ഗുണശേഖരനുമാണ് തിരക്കഥ എഴുതുന്നത്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ്. യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് വെങ്കട് രാജനാണ്. രാജീവാണ് പ്രൊഡക്ഷൻ ഡിസൈനും. അതുപോലെ ദിലീപ് സുബ്ബരായനാണ് സംഘടന സംവിധാനം നിർവഹിക്കുന്നത്. AGS എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന 25ാം ചിത്രമാണ് ദ ഗോഡ്. എന്തായാലും ചിത്രത്തെ പറ്റിയുള്ള ഓരോ അപ്ഡേറ്റുകൾ വിജയ് ആരാധകർ അങ്ങനെ ഓരോ ദിവസവും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ 4 പേരുടെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത്.